بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان الحمد لله خالق الأنام الحمد لله رازق الهوام الحمد لله حاكم الحكام الحمد لله قاسم الأقسام الحمد لله غافر الذنب والإقدام الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إليه أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا قال الله عز وجل إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم قال رسول الله مولاي صل وسلم في مدى مددي أزكى صلاة وتسليم بلا عدد على شفيع الورى ذو الجود والمدد يا عمدتي يا ملاذي أنت مستندي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أهدي തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മുഖം വിങ്ങി കരഞ്ഞു പാടി തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മുഖം വിങ്ങി കരഞ്ഞു പാടി ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി വിഷാദത്തിൻ ദിശല് മൂളി കരള് പൂട്ടി എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി വഅല ഉമ്മത്തി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്
ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ അതിപ്രധാനമായ പ്രൗഢോജ്വലമായ ഈ പരിപാടിയുടെ സംഘാടകരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളെ, ഈ മഹത്തായ പരിപാടിക്ക് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച് നമുക്ക് എന്നും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പാതാക്കര തങ്ങളുപ്പാപ്പ അവറുകളെ, ഈ മഹത്തായ പീഠത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട താമരത്ത് ഉസ്മാൻ മാസ്റ്റർ, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പച്ചേരി ഫാറൂഖ് സാഹിബ്, നാസർ സാഹിബ്, എൻ്റെ ആത്മസുഹൃത്തും പെരിന്തൽമണ്ണ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ ജനറൽ സെക്രട്ടറിയും സർവോപരി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷുമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് വൈസി അമ്മിനിക്കാട്, മറ്റു സ്റ്റേജിൽ ഒത്തുചേർന്ന മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഒത്തുചേർന്ന സഹോദര സഹോദരിമാരെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ അരുമ സന്താനങ്ങളെ, ഏതൊരു പ്രസ്ഥാനത്തിന്റെയും അവിഭാജ്യ ഘടകമായ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് പുരോഗമന കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് അരയും തലയും മുറുകെ കർമ്മരംഗത്തിറങ്ങേണ്ട സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ പെരിന്തൽമണ്ണയിലും പരിസരത്തൊക്കെ ദീനീയതാവാ പ്രവർത്തനങ്ങൾ മുമ്പില്ലാത്ത വിധം കർമ്മരംഗത്തിറങ്ങുന്ന കർമ്മോത്സുകരായ സ്നേഹനിധികളാകുന്ന യുവ സഹോദരങ്ങളെ, നമ്മുടെ ദീനീയ പരിപാടികളൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞകാല ഈ മഹത്തായ സംഘടനയുടെ പരിപാടിയിലൊക്കെ സജീവ സാന്നിധ്യമായി മാറുകയും കാതും കഴുത്തും അറുത്തു കൊടുത്തുകൊണ്ട് ഈ മഹത്തായ സംഭവത്തെ ഒരു വലിയ മഹാപ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത, എന്നും ദീനിനെ വിജയിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഈ സദസ്സിൽ ഒത്തുചേർന്നവരെ, ശബ്ദം ശ്രദ്ധിക്കുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായാംഗങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പക്ഷം അവരെയും ഞങ്ങൾ സന്തോഷത്തിന്റെ 1000 പ്രാസ്ഥാനിക അഭിവാദ്യങ്ങളോടൊപ്പം അതിമഹത്തായ ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണ നഗരിയിലേക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടിയും എന്റെ സ്വന്തം നിലക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടെയാണ് നമുക്ക് നല്ല ഒരു ഒത്തുചേരലിന് സാഹചര്യമുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമായവനാണ് അള്ളാഹു. അവൻ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവെ ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ ഇതുവഴി ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒട്ടനവധി ആളുകൾ, ഞങ്ങൾ ദുആ ചെയ്യാമെന്നേറ്റ മറ്റനേകം പേർ, അള്ളാഹുവെ അവരെയും ഞങ്ങളെയൊക്കെ 2 ലോകത്തും നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ അസുഖങ്ങളുമായി ബന്ധപ്പെടുന്ന പലരും ഞങ്ങളിലുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ചില പലരും അസുഖങ്ങളുമായി കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കുടുംബത്തിലൊരാൾക്ക് അസുഖം വന്നാൽ ആ കുടുംബം ശാരീരികമായി മാനസികമായി തകർന്നു. അള്ളാഹുവെ മാരകമായ രോഗങ്ങൾ, തീരാ ദുഃഖങ്ങൾ, സഹിക്കാൻ കഴിയാത്ത വേദനകൾ, അപകട മരണങ്ങൾ ഈ ഉമ്മത്തിനെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളവർക്ക് സമാധാനവും സന്തോഷവും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൊട്ടടുത്ത പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നേതൃത്വം അതിന്റെ ഒരു ഭാഗത്ത്, ആ വടക്കു ഭാഗത്ത് പടിഞ്ഞാറേ തലക്കൽ അന്ത്യവിശ്രമങ്ങളെന്ന ബഹുമാനപ്പെട്ട PVS മുസ്തഫ പൂക്കോയ തങ്ങൾ ഒരു കാലത്ത് അള്ളാഹുവിന്റെ ദീനീയ പടയോട്ടത്തിന് പെരിന്തൽമണ്ണയിലും പരിസരത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്ത് രാഷ്ട്രീയപരമായിട്ടും മതപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ സ്വന്തം മകൻ പോലും മക്കൾ പോലും മറിച്ചതറിയാത്ത വിധത്തിൽ ദീനീയതാവാ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തൊരു മഹോന്നതൻ കിടന്നുറങ്ങുന്ന ഒരു ചാരത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവെ അദ്ദേഹത്തിനും ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിഹാസമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ബഹുമാനപ്പെട്ടവരടക്കമുള്ളവർക്ക് അള്ളാഹുവെ ദർജകൾ നീ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ പരിപാടിയിൽ ഒട്ടനേകം സഹോദരിമാർ, ഒട്ടനേകം സഹോദരന്മാർ ലക്ഷങ്ങളും 10,000ങ്ങളും സ്വർണ്ണാഭരണങ്ങളും നൽകിയവരുണ്ട്. അവരിൽ പലരും അള്ളാഹുവെ ഞങ്ങളോടൊപ്പമില്ല. അള്ളാഹുവെ നിനക്കറിയാം, അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി ഏതൊരു സെക്കൻഡിലും മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവെ ഇതിനെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ തമ്പുരാനെ, സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളും മരിച്ചു മണ്ണോട് ചേരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മത്തിനെ നീ നിലനിർത്തണേ തമ്പുരാനെ. അതിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇടം കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു ആമുഖ പ്രഭാഷണത്തിന് ഉചിതമായ സമയമല്ല എന്ന് കൃത്യമായ ബോധ്യവും ബോധവും ഉള്ളതുകൊണ്ട്
എന്നാൽ നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ കേൾക്കാനും അതുവഴി മനുഷ്യന്മാരാകുന്ന നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് വിശുദ്ധ പ്രവാചകന്റെ ഹദറത്തിലേക്ക് നാം അധിവസിക്കുന്ന ഭാരതാംബയുടെ വിരിമാറിൽ നിന്ന് ആകാശ കപ്പലാകുന്ന വിമാനത്തിൽ പറന്നുപോയാൽ ഒരു 5000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ മഹത്തായ ശിഹാബ് തങ്ങൾ നഗരിയിൽ ഒത്തുചേർന്ന് മനുഷ്യന്റെ കൽബിൽ നിന്ന് ഒരു ഇഷ്കിന്റെ പാലം പണിയാനും ഒരു സ്നേഹത്തിന്റെ കവാടം തുറക്കാനും വേണ്ടിയുള്ള താല്പര്യപ്രകാരം എത്തിച്ചേർന്നവരാണ് ഈ പരിപാടിയിൽ സംഗമിച്ച അധിക പേര്. അതുകൊണ്ട് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നല്ല നിർബന്ധമുള്ളതുകൊണ്ടും മാത്രമല്ല ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പരിപാടി എന്നതിൽ കവിഞ്ഞ് തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും തങ്ങൾ പറയുന്ന ഓരോ സംസാരമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തീരണമെന്ന ബഹുമാനപ്പെട്ട സയ്യിദീങ്ങളുടെയും സാദാത്യങ്ങളുടെയും അതേപോലെ ആലിമ്യങ്ങളുടെയും ഒക്കെ ആശീർവാദവും അനുഗ്രഹവും നേടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് സ്വാഭാവികമായും അങ്ങനെ അവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായതുകൊണ്ട് ഒരല്പസമയം നിങ്ങളുമായി ഇടപെടണമെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നാമുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്, നമ്മൾ ആരും പുറത്തല്ല, അങ്ങനെ സൂചിപ്പിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം എന്റെ സ്നേഹാദരങ്ങളോടുകൂടെയുള്ള സഹോദര സഹോദരിമാരെ, നല്ല ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ രൂപപ്പെടുത്തിയെടുത്താൽ നമ്മൾ അറിയാത്ത വിധം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് പ്രതിഫലനം ഈ ദുന്യവിയായ ലോകത്തും അതുവഴി ഒരുപാട് പ്രതിഫലം അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തും നമുക്ക് ലഭ്യമാകാനിടയുണ്ട്. അതെപ്പോഴാ നമുക്ക് ലഭ്യമാവുക? ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ഒരു സാദസ്സിലേക്ക് ഏതെങ്കിലും ഒരു ട്രെൻഡോടുകൂടെ എത്തിച്ചേരുമ്പോഴല്ല. അല്ലാഹുവേ, ഞാൻ ഈ ഒത്തുചേർന്ന പരിപാടി അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലാണ്, അല്ലാഹുവേ നിന്റെ ഹബീബിനെ അനുസ്മരിച്ചുകൊണ്ടാണ്, അല്ലാഹുവേ വിശുദ്ധമായ പ്രവാചകന്റെ മദ്ഹുകൾ കേൾക്കാനും അതുകൊണ്ട് നമ്മുടെ കൽബിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുമാണ് ഞാൻ എത്തിച്ചേർന്നത് എന്ന നല്ല ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാ സഹോദരങ്ങളെ ഏതൊരു പ്രവർത്തനവും റഹ്മാനും റഹീമുമായ അല്ലാഹു നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നത്. എന്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പാറകളോട് പർവ്വതങ്ങളോട് കഠിനാധ്വാനം ചെയ്യുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് നാം. എന്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്, റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരാണ്, 3 ചക്രങ്ങളുള്ള ഓട്ടോറിക്ഷ മുതൽ 3 ഭാഗത്ത് ചക്രങ്ങളുള്ള ആകാശ കപ്പലാകുന്ന വിമാനങ്ങളെ വരെ പറത്തിക്കൊണ്ട് നടക്കുന്നവർ, പാടത്ത് പണിയെടുക്കുന്നവർ, പർവ്വതങ്ങളെ പൊട്ടിച്ചു പൊടിയാക്കുന്നവർ, രാവിലെ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി പണിക്കളത്തിലേക്ക് പോകുമ്പോ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സാകുന്ന മനസ്സിൽ അല്ലാഹുവേ ഒരു വിചാരമുണ്ടാവുക. അല്ലാഹുവേ, എത്രയോ വരുന്ന ആളുകള് സ്വന്തം പണിയെടുക്കാതെ ഹറാമായ വിധത്തിൽ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇടം കണ്ടെത്തുമ്പോ ഞാൻ അല്ലാഹുവേ അതിലേക്കൊന്നും ചിന്തിക്കാതെ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിനായുള്ള നല്ല ഒരു പ്രവർത്തനം ചെയ്ത് എന്റെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാനാണ് പണിക്ക് പോകുന്നത് എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു പോയാൽ ഈ ഭൂമി ലോകത്തുള്ള പർവ്വതങ്ങളെ പൊട്ടിച്ച് പൊടിയാകുമ്പോ സഹോദരങ്ങളെ, ഈ ദുന്യവിയായ ലോകത്ത് ഒരുപാട് കൂലി നമുക്ക് ലഭ്യമാകുമ്പോ അതുവഴി ആഖിറത്തിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. വലിയ അനുഗ്രഹം കിട്ടിയ ആളുകളാ മുഅ്മിനീങ്ങൾ. പക്ഷേ പലപ്പോഴും നമ്മൾ വേണ്ട വിധം അത് അറിയാറില്ല. എന്തുകൊണ്ട്? നമ്മുടെ റഹ്മാനും റഹീമുമായ കാരുണ്യക്കടലായ പടച്ചതമ്പുരാനെ കുറിച്ച് പലരിൽ ചിലരെങ്കിലും വിചാരിക്കുന്നത് ഒരു ഭയാനകമായ തീക്കുണ്ടാരത്തെ അല്ലാഹു തആല പടച്ചുണ്ടാക്കിയിട്ട് കോടാനുകോടി ജനങ്ങളെ ആ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ നരകത്തിൽ കത്തിച്ചാമ്പലായി വരുന്ന ഈയങ്ങളോടൊപ്പം ഇരുമ്പുകളോടൊപ്പം പാറക്കല്ലുകളോടൊപ്പം ആളുകൾ, കോടാനുകോടി ജനങ്ങള് കത്തിച്ചാമ്പലായി നരകത്തിൽ നിന്ന് തീനാളത്തോടൊപ്പം ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോ ആ നരകത്തിലുള്ള ആളുകൾ വിളിച്ചു പറയും അത്രേ, യാ മാലികു ഖദ് ഹഖലൈനൽ വഈദ്, യാ മാലികു ഖദ് ഹമിയന്നൽ വഖീദ്, യാ മാലികു ഖദ് നൽജത് മിന്നൽ ജുലൂദ്, യാ മാലികു ഖസാല മിന്നസ് സദീദ്. ആ നരകത്തിനെ കൊണ്ട് കാവലാക്കപ്പെട്ട മാലാക്കമാരിൽ നേതാവിനെ വിളിച്ചുകൊണ്ട് നരകത്തിൽ
നരകത്തിൽ തീനാളത്തോടൊപ്പം കത്തിത്തിളച്ചു വരുന്ന ആളുകൾ പറയും അത്രേ, മാലിക്കേ മാലിക്കേ, ഞങ്ങളെ കുറിച്ച് അല്ലാഹുവോടൊന്ന് പറയണേ, ഞങ്ങളെ തൊലികൾ കത്തിത്തീരാൻ തുടങ്ങി മാലിക്കേ, ഞങ്ങളോട് ഏൽപ്പിക്കപ്പെട്ട വാഗ്ദത്തം ഞങ്ങൾക്ക് ബോധ്യമായി മാലിക്കേ, ചീഞ്ചലം ഒഴുകാൻ തുടങ്ങി മാലിക്കേ, ശരീരം കത്തിത്തീരാൻ തുടങ്ങി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ എന്ന് നരകത്തിലെ ആളുകൾ തീനാളത്തോടൊപ്പം വന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ ആ കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ തീനാളത്തോടൊപ്പം ഉരുകിയൊലിച്ചുകൊണ്ട് നരകത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് തിളച്ചു വരുമ്പോ ഇങ്ങനെ വെളിയാളമുണ്ടാകുമ്പോ ഈ ആളുകളെ കണ്ടുകൊണ്ട് അർശിന്റെ മുകളിൽ ആനന്ദത്തോടുകൂടെ ഇരിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നവനല്ല റഹ്മാനും റഹീമുമായ അല്ലാഹു. പലപ്പോഴും അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നരകത്തെ വിചാരിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ കൈയൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാദം കൊണ്ട് അലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമത്തിൽ പാറിക്കളിക്കുന്ന പച്ചക്കിളികളെ പോലെ അല്ലാഹുവിന്റെ അനവധി അനുഗ്രഹങ്ങളെ കൊണ്ടും നിരവധി നാമത്തുകളെ കൊണ്ടും നിറക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലോ ലോകത്തേക്ക് സഹോദരങ്ങളെ നമ്മെ കൊണ്ടുപോകാനാ അല്ലാഹു ആഗ്രഹിക്കുന്നത്, നമ്മെ പ്രയാസപ്പെടുത്താനല്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒത്തുചേർന്ന മാനവ സഹോദരങ്ങളെ, റഹ്മാനും റഹീമുമായ കാരുണ്യക്കടലായ പടച്ച തമ്പുരാനെ ഒരിക്കലും ഭയാനകമായ ഭീമാകാരമായ നരകത്തിനെ ഓർത്തുകൊണ്ടല്ല അല്ലാഹുവിലേക്ക് മനസ്സിലിടം കൊടുക്കേണ്ടത്. നമുക്ക് അല്ലാഹു റഹ്മാനും റഹീമുമാണ്. വിശുദ്ധ ഖുർആനിൽ 113 ആ സൂറത്തുകളുടെ ആദ്യത്തിലും ഒരു സൂറത്തിന്റെ മധ്യത്തിലുമായി അല്ലാഹുവിന്റെ വിലാസത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ അല്ലാഹുവിനെ അങ്ങനെ ഓർക്കട്ടെ. ഒരു പോസിറ്റീവിന്റെ വശത്തിലൂടെയാവട്ടെ അല്ലാഹുവിലേക്ക് സഹോദരങ്ങളെ കൽബ് കൊണ്ടടുക്കേണ്ടത്. എന്തുമാത്രം അപാരമായ അനുഗ്രഹങ്ങളാ! അങ്ങനെ വിചാരിക്കുമ്പോഴാ അല്ലാഹുവിനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുക. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളെ, മനുഷ്യ ജനവിഭാഗമേ,